എല്ലാവരും പറയുന്നുണ്ടല്ലോ റേപ്പ് ചെയ്തപ്പോൾ നടി എന്തുകൊണ്ട് അയാൾ അടിച്ചില്ല, കടിച്ചില്ല, സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചില്ല. കോടതിയോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തലങ്ങളിലേക്ക് കേസ് കൊണ്ടെത്തിച്ചു. അതിജീവിതയെ അപായപ്പെടുത്തിയ 6 പ്രതികളും ശിക്ഷ കിട്ടി ഇന്ന് ജയിലിലാണ്. പിന്നെ ഇനി ആർക്കാണ് നീതി കിട്ടേണ്ടത്? അതിജീവിത പറയുന്നത് ദിലീപിനെ കുറ്റക്കാരനാക്കിയാൽ തനിക്ക് നീതി കിട്ടുമെന്നാണോ? ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നിടത്താണ് ഈ സംശയം. എങ്ങനെയാണ് മറന്നു പോകുന്നത്? നിങ്ങൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രമല്ല, നല്ല വൈരാഗ്യമുണ്ട്. പിന്നെ എങ്ങനെ ദിലീപിലേക്ക് ഈ കേസ് എത്തി? ഇതിൽ വേറൊരു വിഷയം, ഈ ആളുകളെല്ലാം ദിലീപിന്റെ പിറകെ പോകുമ്പോൾ ശരിക്കും രക്ഷപ്പെടുന്നത് യഥാർത്ഥ പ്രതിയാണ്. ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ കുറ്റം പറയുന്നില്ല, ഞാനും എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷെ ഞാനൊരു നിരപരാധിക്കൊപ്പം കൂടിയാണ്. ഈ പറയുന്ന അതിജീവിതയും ദിലീപും മാത്രമൊന്നുമല്ല ഈ വിധി നോക്കിയിരുന്നത്. ഈ പറയുന്ന കേരളത്തിൽ ഓരോ ആൾക്കാരും ഈ പറയുന്ന വിധി ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. കോടതിയോട് നമുക്ക് ബഹുമാനമാണ്. ജഡ്ജ്മെന്റിനെ നമുക്ക് വിമർശിക്കാം. ആ ജഡ്ജ്മെന്റ് ശരിയായില്ല. ആ ജഡ്ജ്മെന്റിൽ ആ തെളിവുകളുടെ അഭാവം ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പിഴവാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അനൂപേ, ഏത് കേസാണെങ്കിലും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, കോടതി പറയുകയാണ് ഇയാള് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അയാള് കുറ്റം ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പുറത്തേക്ക് എന്ന് വെച്ചാൽ പ്രതി എന്ന രീതിയിൽ അയാളെ പിന്നെ പറയാൻ പറ്റില്ല എന്നൊരു നിലപാടാണ്. അതാണ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ തന്നെ കോടതി പറയുന്നു ഇയാൾ പ്രതിയല്ല, പക്ഷെ അതിജീവിത പറയുന്നു ഇയാൾക്ക് പങ്കുണ്ട്. അവരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീതി പൂർണ്ണമല്ല. അതിജീവിത പറയുമ്പോൾ നീതി പൂർണ്ണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അത് ഏത് രീതിയിലാണ് 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്? ആ അഡ്ജസ്റ്റ്മെന്റ് എന്താ? തന്നെ അപായപ്പെടുത്തിയവരിൽ 6 പേർക്കും ശിക്ഷ കിട്ടി. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവർക്ക് നീതി കിട്ടിയെന്നാണ്. കാരണം അതിജീവിതയെ അപായപ്പെടുത്തിയ 6 പ്രതികളും ശിക്ഷ കിട്ടി ഇന്ന് ജയിലിലാണ്. പിന്നെ ഇനി ആർക്കാണ് നീതി കിട്ടേണ്ടത്? 6 പേർക്ക് ശിക്ഷ കിട്ടിയെന്ന് പറയുന്നുണ്ട്. കിട്ടി. അപ്പോ അതിജീവിത എന്ന് പറയുന്ന സർവൈവർ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായത് ഒരു റേപ്പ് ആയിരുന്നു. അവർ പറയുന്നു അവർക്കൊരു റേപ്പ് സംഭവിച്ചു. റേപ്പ് ചെയ്ത 6 പേരും ഇന്ന് അകത്താണ്. 6 പേർക്കും കൃത്യമായിട്ട് ഇവരോട് യാതൊരുവിധ വൈരാഗ്യമോ ഒരു കാര്യവുമില്ല. ഈ പറയുന്ന റേപ്പ് ചെയ്ത ആള് തന്നെ അല്ലെങ്കിൽ അതിജീവിത കൃത്യമായി പറയുന്നു ഇവർക്ക് കൊട്ടേഷൻ നൽകിയതാണ്. ഈ പറയുന്ന മലയാള സമൂഹം ഈ കേരള സമൂഹത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്. കൊട്ടേഷനായിട്ട് ഷൂട്ട് ചെയ്ത സാധനം ആർക്കൊക്കെയോ അയച്ചു കൊടുക്കുന്നു. ഈ പറയുന്ന 6 പേരല്ലാതെ പുറത്തൊരാളിതുണ്ട്, ഈ കാര്യം കാണുന്നുമുണ്ട്, ഈ പറയുന്ന റേപ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെന്നും ഇതൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളത് ദിലീപ് അല്ല എന്ന് മാത്രമാണ് തെളിയിക്കപ്പെടാതിരുന്നത്. ദിലീപിന്റെ കയ്യിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ദിലീപിന്റെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടത്, കുറ്റമോചനാക്കി. ഈ നീതി പൂർണ്ണമായി എന്ന് പറയുന്നതിനോടാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. ഇതിനകത്തിൽ വിക്ടിമായ ആള് പറയുന്നു എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇപ്പോ എനിക്കൊരു ആപത്ത് സംഭവിച്ചു, എന്റെ മാനത്തിന് ഒരു ചോദ്യചിഹ്നമായി ഈ പറയുന്ന രീതി. എന്റെ റേപ്പ് വീഡിയോ 1-2 ആൾക്കാർ കണ്ടു, അതേപോലെ ഇത് മെമ്മറി വേറെ കാർഡുകളിലേക്കൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടാവാം, അതിന്റെ സോഴ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥിതി കിട്ടി, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 6 പേരെ പിടിച്ചില്ലേ, 6 പേർക്ക് ശിക്ഷ കിട്ടില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ആ രീതി. ശരി, ഞാൻ പറയട്ടെ. ഇപ്പം അതിജീവിത പറയുന്നത് ദിലീപിനെ കുറ്റക്കാരനാക്കിയാൽ തനിക്ക് നീതി കിട്ടുമെന്നാണോ? ദിലീപിനെ കുറ്റക്കാരൻ ആക്കുന്നതിന്റെ അപ്പുറത്തേക്കും ആ ഗൂഢാലോചന നടത്തിയത് ദിലീപ് അല്ല എങ്കിൽ പിന്നെ തെളിയിക്കാൻ ഇവിടെ പോലീസിനോ കോടതിക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോ എങ്ങനെയാണ് ഈ നീതി പൂർണ്ണമാകുന്നതെന്നുള്ളതാണ് ഈ പറയുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 6 പേർക്ക് ശിക്ഷ കിട്ടിയതിൽ സന്തോഷിച്ചൂടെ? അവരെ സംബന്ധിച്ച് അപായപ്പെടുത്തിയ 6 പേർക്ക് ശിക്ഷ കിട്ടി, അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പറയുന്ന 6 പേരും അല്ല, ഈ 6 പേര് ഈ പറയുന്ന പൾസർ സുനി തന്നെ പറഞ്ഞു കൊട്ടേഷൻ കൊടുത്തതാണ്, ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തത്. ഏതാണ് ആ സ്ത്രീ എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഈ പോലീസിനും കോടതിക്ക് തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ എങ്ങനെയാണ് ആ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത്? നീതി കിട്ടിയെന്ന് പറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്ത്രീ ഏതാണെന്നോ, നേരത്തെ ആ പറഞ്ഞ ഫോൺ എങ്ങോട്ട് പോയിരുന്നോ, മെമ്മറി ഈ വീഡിയോ ആരൊക്കെ കണ്ടെന്നോ, ഈ സാധനങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇത് തെളിഞ്ഞിട്ടുമില്ല. അപ്പോഴത്തേക്കും 6 പേർക്ക് ഈ പറയുന്ന 6 പേരുടെയും വിധിക്കുന്ന സമയത്ത് കേട്ടതായിരുന്നല്ലോ ഇവരുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള ഇളവുകൾ, അങ്ങനത്തേക്ക് ഇളവുകൾ കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇളവുകൾ ഇവ പറയുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നീതി കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ദിലീപിനെ അകത്താക്കിയാൽ ഇവർക്ക് നീതി കിട്ടും. ഇതാണ് ഇവരുടെ ഒരു കൂട്ടം ആളുകൾ ദിലീപിലേക്ക് ഈ പറയുന്ന രീതിയിൽ ആദ്യ സമയത്ത് ദിലീപിലേക്ക് ഈ കേസ് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ കേസ് റിപ്പോർട്ട് ചെയ്ത 2017 നമ്മൾ കണ്ടായിരുന്നു. അമ്മ സംഘടന ഉൾപ്പെടെയുള്ളവർ ഒരു മൈതാനത്ത് വന്നിട്ട് നടിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് അതിനകത്ത് ദിലീപും ഉണ്ടായിരുന്നു. ദിലീപും ഖേദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് കണ്ടിരുന്നു. പിന്നെ ദിലീപിനെ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാവുമ്പോൾ, ഒരു റേപ്പ് കേസ് ഉണ്ടായി,
റേപ്പ് കേസ് ഉണ്ടാവുന്ന സമയത്ത് ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള ടീമിനെ പിടിക്കുന്ന സമയത്ത് പൾസർ സുനി ഉൾപ്പെടെയുള്ള പറഞ്ഞു ഇതൊരു കൊട്ടേഷൻ ആണ്. കൊട്ടേഷൻ സംഭവിക്കുമ്പോൾ ഇപ്പൊ എനിക്കെതിരെ റേപ്പിന് ഒരു കൊട്ടേഷൻ ഒരാൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് അത്രയധികം ദേഷ്യമാക്കുകയാണ്. വധശ്രമത്തിനാണെങ്കിൽ എന്തോ കുഴപ്പമില്ല, പേടിപ്പിക്കാനാണെന്ന് വിചാരിക്കാം. റേപ്പിന് കൊട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മരിക്കുന്ന കാലത്തോളം ഞാൻ ഇത് ആലോചിച്ച് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മുക്തമാകരുത് എന്നൊരു ലക്ഷ്യത്തോടെ. വധശ്രമമാണെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് റിക്കവറായി വരാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന വീഡിയോ കൂടെ ചിത്രീകരിച്ച് വെക്കുമ്പോഴത്തേക്കും ഞാൻ ആജീവനാന്തം എന്ത് ചെയ്യും? ഭയപ്പെട്ട് ജീവിക്കും. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ ലീക്ക് ചെയ്തപ്പെട്ടാലോ? ഈ പറയുന്ന രീതിയിൽ ഈ നടിക്ക് ആക്രമണം ഉണ്ടായ ശേഷം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കോടിക്കണക്കിന് ജനങ്ങൾ വെബ്സൈറ്റുകളിൽ തപ്പിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈ പറയുന്ന നടിയുടെ പേരിൽ റേപ്പ് വീഡിയോ കിട്ടുമെന്നുള്ളത് അത് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് പോലീസ് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇവരോട് ഇത്രയധികം ദേഷ്യം തോന്നുന്നത് ആർക്കാണ്? അപ്പൊ ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ കൂടെയുള്ള സംഘടനയിൽ എല്ലാവരും പറയുന്നു ദിലീപിന് ഈ നടിയോട് വലിയ രീതിയിലുള്ള എന്തുണ്ട്, വൈരാഗ്യമുണ്ട്. ഇത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ പറയുന്നതല്ലേ, നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. നമുക്ക് ആർക്കും അറിയില്ല എന്താ സത്യാവസ്ഥ. ഇവർക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ എങ്ങനെ ദിലീപ് ചെയ്യുമെന്ന് നമുക്ക് സംശയിക്കാം. ആ നടിക്ക് വേറെ എത്ര പേര് പുറത്ത് കാണും ഈ വൈരാഗ്യമുള്ള? കാരണം ആ നടി വർക്ക് ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രമല്ല, നല്ല വൈരാഗ്യമുണ്ട്. പിന്നെ എങ്ങനെ ദിലീപിലേക്ക് ഈ കേസ് എത്തി? ദിലീപിലേക്ക് കേസ് പോയ വഴി തന്നെയാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി ഈ നടിയോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കും പോലീസ്. എടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ഈ പറയുന്ന സാക്ഷിമൊഴികൾ കൂറുമാറ്റിയ ആൾക്കാരെല്ലാം അതേ സമയത്ത് ഇപ്പോ എന്നെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞത് ഭാമയായിരുന്നു. ആ സമയത്ത് 2017 അന്ന് മൊഴി കൊടുത്തത്. അന്ന് മൊഴി കൊടുത്ത സമയത്ത് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ദേഷ്യമുണ്ടെന്ന് അറിയായിരുന്നു. ഇടവേള ബാബു പറഞ്ഞു ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്, ദിലീപും ഈ പറയുന്ന നടിയുമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. ഇത്രയധികം സാക്ഷികൾ പറയുന്നു ദിലീപ് ചെയ്താണെന്ന് തെളിയില്ലല്ലോ. അവർക്ക് ദേഷ്യവും സംശയവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മനുഷ്യരാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഗൂഢാലോചന എന്ന് പറയുന്ന രീതിയിൽ ദിലീപിലേക്ക് കേസ് എത്തുന്നത്. ഈ പറയുന്ന രീതിയിൽ മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദാമ്പത്യം തകർന്നതിന്റെ ഇടയിൽ ഈ പറയുന്ന നടി അതിലൊരു പങ്കായിരുന്നു. ആ രീതിയിലൊരു ദേഷ്യം ഈ പറയുന്ന ദിലീപിന് നടിയോട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും അധികം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ഈ നടിയോട് എന്ത് തോന്നാം? ദേഷ്യം തോന്നാം. അപ്പം ഇയാൾക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ഇയാൾ ചിലപ്പോൾ കൊടുക്കാനുള്ള സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എവിടേക്ക് ഈ പറയുന്ന കേസ് പോകുന്നത്, ദിലീപിലേക്ക് ഈ സംശയം പോകുന്നതും. അങ്ങനെയാണ് ദിലീപിന്റെ അടുത്തേക്ക് പോകുന്നത്. ഈ പറയുന്ന അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ എല്ലാ കേസ് സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിലേക്ക് അവർ കേസ് എത്തുന്നത്. അതിനുശേഷം എന്തായിരുന്നു ഒന്നോ രണ്ടോ പേരുടെ വെറും സാക്ഷിമൊഴിയിൽ മാത്രമാണ് ദിലീപ് അകത്ത് പോയത്. അല്ലാതെ ദിലീപ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല. 1-2 പേരല്ല, 24 ആൾക്കാരാണ് കൂറുമാറിയത്. അന്ന് 24 ആൾക്കാരും കൊടുത്തതാണ്. പിന്നെ 28-30 സാക്ഷിമൊഴികളായിരുന്നു ദിലീപിന് നേരെ അന്ന് ഉണ്ടായിരുന്നത്. അല്ല, എനിക്കൊരു വസ്തുത എന്താണെന്ന് ഒരു അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ? ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് അല്ല എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നിടത്താണ് ഈ സംശയം തോന്നുന്നത്. എങ്ങനെയാണ് മറന്നു പോകുന്നത്? നിങ്ങൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ എന്താ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ പറയുന്ന മൊഴികളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മറന്നുപോയി എന്ന് പറയുന്ന സമയത്ത് രണ്ടാമതൊരു മൊഴി കൊടുക്കുന്ന സമയത്തായിരുന്നു ഇവിടെ എല്ലാം കൂറുമാറിയത്. ഒന്നാമത്തെ കാര്യം സ്വാധീനിച്ചിട്ടുണ്ടാവും. അല്ലാതെ ദിലീപിനെതിരെയുള്ള മൊഴികൾ പിന്നെ ദിലീപ് അല്ലാതെ വേറെ ആരും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഇവർക്ക് മനസ്സിലായപ്പോ ഇവര് മൊഴി മാറ്റി. ദിലീപ് കുറ്റക്കാരനല്ല. കോടതിയുടെ മുമ്പിൽ വന്നിട്ട് കോടതിയിലെ അല്ലെങ്കിൽ എന്നാ പിന്നെ ദിലീപിലേക്ക് എത്താനായിട്ടുള്ള പ്രധാന കക്ഷികളായി മാറുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഈ പറയുന്ന കേസിന്റെ വഴി മാറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത്രയധികം മൊഴികൾ മാറ്റി പറഞ്ഞ അല്ലെങ്കിൽ ആദ്യ സമയത്തെ കൃത്യമായി ഇവർ ദിലീപുമായിട്ട് ഇതൊന്നും ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദിലീപിനൊരു വൈരാഗ്യമുണ്ട് എന്ന് വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ റേപ്പ് എന്ന രീതിയിലേക്ക് ഒരു കൊട്ടേഷൻ ഒന്നും ദിലീപ് കൊടുക്കില്ല എന്ന രീതിയിൽ ഒരു മൊഴി ആദ്യം കൊടുത്തിരുന്നെങ്കിൽ ഇത്രയധികം മൊഴികളുടെ അടിസ്ഥാനത്തിൽ ദിലീപിലേക്ക് ആ കേസ് അങ്ങനെ അങ്ങ് പോവില്ലായിരുന്നു. കൂടുതലായിട്ടും ആരാണ് ഈ പറഞ്ഞ പൾസർ സുനി പറയുന്നുണ്ട് ഒരു സ്ത്രീയാണ് കൊടുത്തത്. അപ്പൊ സ്ത്രീകളിലേക്ക് ആരാണ് ആ സ്ത്രീ എന്ന രീതിയിൽ അന്ന് ആ രീതിയിൽ പോയ അങ്ങനെയല്ല. അന്ന് പറഞ്ഞത് എന്താണ്? ദിലീപാണ് ചെയ്തതെന്ന്. അല്ല, അയാള് പറയുന്ന അതിജീവിതോട് പറഞ്ഞത് ഒരു സ്ത്രീയാണ് കൊടുത്തത്. അല്ല,
ഇപ്പോഴല്ല ആദ്യ സമയത്ത് ആ സമയത്ത് പറഞ്ഞത് ഒരു സ്ത്രീയാണ് കൊടുത്തത്. പിന്നീടാണ് പറഞ്ഞത് ഞാൻ ആ സ്ത്രീയാണ് കൊടുത്തതെന്ന് പറയുന്നത് ദിലീപിലേക്ക് ആ കേസ് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ത്രീയാണ് കൊടുത്തതെന്നുള്ളത് മാറ്റി പറഞ്ഞത് അങ്ങനെയാണെന്ന് പിന്നീടാണ് വന്നത്. ഈ പറയുന്ന സാക്ഷിമൊഴികൾ, ഒന്നാമത്തെ പ്രശ്നം ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കൃത്യമായ റെക്കോർഡൊക്കെ ചെയ്തിരുന്നെങ്കിൽ കേസിന് കൃത്യമായിട്ടുള്ള രീതികൾ വന്നേനെ. ഈ പറയുന്ന സാക്ഷിമൊഴികൾ മാറ്റം നമുക്ക് ഓൾറെഡി അറിയാം. മിക്ക കേസുകളുടെയും ഈ ഒരു ജാമ്യം നിഷേധിക്കുന്ന സ്ഥലങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷിമൊഴികളെ സ്വാധീനം ചെലുത്താനും ഈ പറയുന്ന പ്രതികൾക്ക് സാധ്യമാവുന്ന ഒരു രീതിയാണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു കേസ് പോകുന്ന സമയത്ത് തെളിവുകൾ നശിക്കപ്പെടും. ഒരുപാട് കേസുകൾ തള്ളിപ്പോകുന്നതിന് ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ കേസ് തെളിവുകൾ, ഈ തെളിവുകൾ അവിടെ കൊണ്ട് മനസ്സിലാക്കി കൊടുത്താലേ തെളിവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, തെളിവുകൾ കിട്ടിയില്ല എന്നിട്ട് അപ്പുറത്തേക്കും ഒന്നിനും ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സാക്ഷിമൊഴികൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഒരു ശക്തമായ പ്രോസിക്യൂഷൻ, അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല. പ്രോസിക്യൂഷൻ തെളിവുകൾ നിരത്തിയില്ല എന്നല്ല, തെളിവുകളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു ബലം ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് നിന്ന് ഇതാണ് ഇവർ ചെയ്തത്. കാരണം ഇത്ര വലിയ ഒരു കോൺട്രോവേഴ്സി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് വരുന്ന സമയത്തേക്ക് നമുക്ക് വെറുതെ അങ്ങ് വിധി പറഞ്ഞിട്ട്, കാരണം ഈ ഇന്ത്യയിൽ എത്രയധികം കേസുകൾ നടക്കുന്നുണ്ട്. കുറേ അധികം റേപ്പ് കേസുകൾ നമ്മൾ നേരത്തെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ പോലെ കാറിനകത്ത് നടന്നിട്ടുള്ള റേപ്പ് കേസുകൾ അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ സെൻസേഷണൽ ആയിട്ട് ഒരു കേസ് വരുന്ന സമയത്തേക്ക് അത്ര പ്രോസിക്യൂഷൻ അത്ര ശക്തമായി അവിടെ പോയി ഇയാൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞു വെക്കാതിരുന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു വിധി അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എനിക്ക് 8.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിജീവിതയും ദിലീപും മാത്രമൊന്നും അല്ല ഈ വിധി നോക്കിയിരുന്നത്. ഈ പറയുന്ന കേരളത്തിൽ ഓരോ ആൾക്കാരും ഈ പറയുന്ന വിധി ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കേസ് സംബന്ധിച്ച് സാക്ഷ്യങ്ങളുണ്ട്, മൊഴികളുണ്ട്, തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അതിനൊരു ബലം വേണം. ആ ശക്തി നിയമപീഠത്തിന് മുൻപിലേക്ക് കൊണ്ട് നിരത്തി കഴിഞ്ഞാൽ ഏതൊരു ജഡ്ജിക്കും അവിടെ സ്വാധീനപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ കൂടുതലായിട്ടും കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, ജഡ്ജി സ്വാധീനപ്പെട്ടു, ജഡ്ജ്മെന്റ് സ്വാധീനത്തിലായിരുന്നു, ജഡ്ജ്മെന്റ് ചോർന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് കോടതിയോടൊരു വിശ്വാസം നഷ്ടപ്പെട്ടു. നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു കുട്ടി പറയുന്നു എന്ന് പറഞ്ഞു ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. ഒരു കുട്ടി മാത്രമല്ല, അങ്ങനെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നിരപരാധി ആയെന്ന് തെളിഞ്ഞിട്ട് പോലും ദിലീപിനെ ക്രൂശിക്കുന്ന എത്ര പേര് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു കാര്യം കാരണം ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം ഇതിനകത്തില് ഈ പറയുന്നത് ഞാൻ അന്നും ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപ് ചെയ്തതാണ് ഇത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട്? കാരണം കോടതി വെറുതെ വിട്ട ഒരു നിരപരാധിയാണ് ദിലീപ്. അയാൾ ആ കേസുകളൊക്കെ മാറി അയാൾ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം 8 വർഷത്തെ മറ്റേ ഉൾഭയന്ന് ജീവിച്ച ഒരു മനുഷ്യൻ, ഞാൻ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടനെയല്ല പറയുന്നത്, മനുഷ്യൻ, ഭാര്യയുണ്ട്, 2 പെൺമക്കളുള്ള ഒരു മനുഷ്യൻ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടും വീണ്ടും എന്തിനാണ് അയാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, അയാൾ ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും എന്താ വെച്ചാല് ഞാൻ മോചനപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ആ പറയുന്ന ഈ പറയുന്ന 6 പേരല്ല, ഈ 6 പേർ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ഗൂഢാലോചന വന്നിട്ട് ഇതൊരു കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ തെളിയിക്കാത്തടത്തോളം കാലം ദിലീപിനെ ബാക്കിയുള്ളവർ സംശയിക്കുന്നത് നമുക്ക് സംശയിക്കാൻ പാടില്ല. ഈ 6-ാം പ്രതിയല്ല ഈ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് ദിലീപിന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അത് തെളിയിക്കേണ്ട പോലീസാണ്, കോടതിയാണ്. അവര് തെളിയിക്കട്ടെ. അവർക്ക് 8 വർഷമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത അവർ എന്ത് തെളിയിക്കാൻ പോകുന്നു? ആ രീതിയിലേക്ക് ആ പ്രതി കിട്ടാത്തടത്തോളം കാലം ഈ പറയുന്ന ഗൂഢാലോചന. ഇതിൽ വേറൊരു വിഷയം, ഈ ആളുകളെല്ലാം ദിലീപിന്റെ പിറകെ പോകുമ്പോൾ ശരിക്കും രക്ഷപ്പെടുന്നത് യഥാർത്ഥ പ്രതിയാണ്. എല്ലാവരും ദിലീപ് എന്ന്, ചിലപ്പോൾ വേറെ ഈ സിനിമ ഇൻട്രസ്റ്റ് തന്നെ വേറൊരു ആളാണെങ്കിലോ ഇത് ചെയ്തത് എന്തുകൊണ്ട് അങ്ങോട്ട് വേറെ ഇത് മാറുന്നില്ല? അപ്പൊ എല്ലാരും കൂടെ ദിലീപിന്റെ നേർക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ സേഫ് ആയിരിക്കുകയാണ്, ആണായാലും പെണ്ണായാലും പ്രധാന കാരണം. ഒരിക്കലും ഞാൻ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ കുറ്റം പറയുന്നില്ല. ഞാനും എല്ലാരും അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷെ ഞാനൊരു നിരപരാധിക്കൊപ്പം കൂടിയാണ്. പക്ഷെ നിരപരാധിയാണ് എന്ന് പൂർണ്ണമാക്കപ്പെടുന്നില്ല. അതാണ് പൂർണ്ണമാക്കപ്പെട്ടു. അതിന്റെ ഒരു കോടതി വെറുതെ വിട്ടയാളെ ഇനി കുറ്റക്കാരനാക്കാൻ ആർക്കും അവകാശമില്ല. തെളിവുകൾ 8 വർഷമായിട്ട് തെളിവുകളില്ല, ഒന്നുമില്ല. കോടതിയുടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറ്റവാളികൾ മോചിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ തെളിവുകളുടെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ 100 കുറ്റവാളികൾ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ആ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ തെളിവുകളുടെ അഭാവത്തിൽ പുറത്തു പോകുന്നത് കൊണ്ട് ഈ ഒരു 8.5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ 8.5 വർഷം എടുത്തത് എന്നൊരു ചോദ്യം വരില്ലേ?
അതിന്റെ അപ്പുറത്തേക്കും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കും ആ ആളെ കിട്ടുന്നവരെ ഇയാളെ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ ഇയാളാണ് ചെയ്തെന്നുള്ള സംശയം ഇനി ആളെ കിട്ടിയാൽ പോലും ദിലീപിനെ നേർക്കൊന്നും പോകില്ല. ഇനി ദിലീപ് ഇയാൾക്ക് പൈസ കൊടുത്ത് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സംശയാസ്പദമായിട്ട് കുറെ അധികം തെളിവുകളുടെ നശിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. കാരണം കോടതിക്കകത്തുള്ള പുറത്ത് ഇവരൊക്കെ പറയുന്നത് മാത്രം നമുക്ക് അറിയാവൂ, സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷേ ഈ ഒരു കേസ് സംബന്ധിച്ചിട്ടുണ്ടല്ലോ, കോടതിയോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തലങ്ങളിലേക്ക് കേസ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ ഇപ്പം കിട്ടിയ ശിക്ഷയിൽ ആതിര സംതൃപ്തിയാണോ? ഞാൻ ഒരിക്കലും ഒരു സംതൃപ്തിയല്ല. കാരണം ഈ പറയുന്ന രീതിയിൽ പരമോന്നതപരമായിട്ടുള്ളൊരു ശിക്ഷ അവരനുഭവിച്ച ആ ഒരു കാര്യത്തിനുള്ള ഒരു ശിക്ഷ അവർക്ക് ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അതിജീവിതം പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല, എന്നെയല്ല ഈ പറയുന്ന രീതിയിൽ കാറിനകത്തില് കൊണ്ടുപോയി ഇമാതിരി ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അനുഭവിച്ച ആ ആള് പറയുന്നു എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൾക്കൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് പോയി പറയാൻ അഡ്ജസ്റ്റ് ഞാനും അവൾക്കൊപ്പമാണ്. പക്ഷെ ഒരു നിരപരാധിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഈ ഒരു ശിക്ഷയിൽ ഞാനും ഇത് തൃപ്തനല്ല. കാരണം ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പ്രായം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിർഭയ കേസ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇളവുകൾ കൊടുക്കുക, ആ ഒരു സംവിധാനം എന്ന് വെച്ചാൽ അന്ന് ആ കേസിനകത്ത് 15 വയസ്സുള്ള അവനാണ് ഏറ്റവും മൃഗീയമായ കൊച്ചിനെ ഉപദ്രവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്താ കൊടുത്തത്? ശിക്ഷ ഇളവ് കൊടുത്തു. അപ്പൊ ആ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, ആ നിയമവ്യവസ്ഥ ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ പറയുന്ന കേസിനാസ്പദമായി അവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി അത്ര ഹീനമാണെങ്കിൽ പ്രായം നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അവൻ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് വേണം അവനൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന നിയമത്തിന്റെ ചില ലൂപ്പ് ഹോളുകളില്ലേ, അത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ കാര്യം തന്നെ എനിക്കൊരു അവസ്ഥയാണ് തോന്നുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കാം ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കണം എന്നൊക്കെ തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഇവിടെ എന്ന് വെച്ചാൽ അതിന്റെ ഒരു അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചാൽ മതി. ദിലീപിനോടുള്ള വിദ്വേഷം പരത്തുന്നതിന്റെ അപ്പുറത്തേക്കും ഒരു ചെറിയ മക്കളിൽ പോലും എന്നുവെച്ചാൽ ഇവിടെ നീതി കിട്ടത്തില്ല നിങ്ങൾക്ക്. ഞാൻ ഈ പറയുന്ന കേസിന്റെ കുറെ അധികം കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പണ്ടൊരു അച്ഛൻ മറ്റേ 16 വയസ്സുകാരി മകളെ പീഡിപ്പിച്ചു കൊന്നിട്ട് വെച്ചാൽ ആ പ്രതി തിരിച്ചു വരുന്നപ്പോൾ പുള്ളി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ഞാൻ ഈ കേസ് ഡയറി കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ അധികം കമന്റ്സ് ഇത് വീണ്ടും പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്താ അതിന്റെ ഉദ്ദേശം എന്ന് പറയോ? കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടത്തില്ല. അപ്പൊ നിങ്ങളുടെ പെൺമക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും റേപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് കൊണ്ടുപോയി നിങ്ങൾ അങ്ങ് കൊന്നുകളയാം. അതാണ് ചെയ്യേണ്ടത്. കാരണം അത്തരത്തിലുള്ള നീതി കിട്ടത്തില്ല എന്ന് ഒരു സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ പറയുന്ന കോടതിയോടുള്ള വിശ്വാസ്യത എന്ന് പറയുന്നത് ചോർന്നു പോകും. ഇനിയും നമുക്കൊരു ആപത്തുണ്ടാവും. ഒരുപാട് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന റേപ്പ് കേസിന്റെ അപ്പുറത്തേക്കും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ പറയുന്ന രീതിയിൽ എനിക്ക് നീതി കിട്ടുന്നതിന്റെ അപ്പുറത്തേക്കും ഞാൻ ഈ സൊസൈറ്റിയിൽ കിടന്ന് ഞാൻ മറ്റു മുൾമുനയിൽ നിൽക്കത്തില്ലേ? ഞാൻ പോകുന്ന ഈ നേരത്തെ ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഈ അഖിൽമാരെ പോലെ ഉള്ള ആൾക്കാർ എന്നെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് എനിക്ക് നടന്ന ഒരു റേപ്പ് കേസ് എടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ലേ എന്ന് പറയുന്ന ഒരു തോട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിനകത്ത് ഒരു പെൺകൊച്ച് ഇന്ന് രാവിലെ ഞാൻ കണ്ടുവരുന്നു ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അവൾക്കുണ്ടായ ഒരു അബ്യൂസ് തുറന്നു പറയുകയാണ്. ഈ പറയുന്ന ബസ്സിൽ പോയ സമയത്ത് അവളൊരു ജീൻസ് ടോപ്പിട്ട് ആദ്യമായിട്ട് അവളെ മോശമായി ഒരാൾ സ്പർശിച്ചപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് കരഞ്ഞു. അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് വീണ്ടും കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ബസ്സിൽ ആൾക്കാർ ചോദിച്ചപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല, നിനക്ക് അപ്പം പറഞ്ഞുകൂടായിരുന്നു എന്ന് ആ ബസ്സിലുള്ള അത്രയും ആൾക്കാർ ആ കൊച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നു. എന്നിട്ട് കുറച്ച് അമ്മമാർ പറഞ്ഞു, നീ ഇട്ട വസ്ത്രത്തിന്റെ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്, എന്നെയൊന്നും ആരും കയറി പിടിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ ഇത്രയും നാളും ബസ്സിൽ പോകുന്നുണ്ട്, ഞങ്ങളെയൊന്നും ആരും കയറി പിടിച്ചിട്ടില്ല, നീ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ടാണ് പിന്നെ ആ കുട്ടിക്ക് ഇതുവരെ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല എന്ന്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാന സത്യാവസ്ഥ. ഒരു റേപ്പ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടാവുന്ന സമയത്ത് നീ അങ്ങനെ പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുള്ളൊരു സാധനമാണ്, ഇത്രയധികം നടിമാരുണ്ടായല്ലോ, ആ നടിമാർക്കൊന്നും ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇത് പുറത്തു പറയാതെ ഇരിക്കുകയാണെങ്കിലോ അങ്ങനെയും സംഭവിക്കാം. കാരണം ഇതിനകത്തില് ഈ പറയുന്ന നടിയുടെ കേസിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് അതൊരു പ്രധാന പങ്കായിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയൂല എന്നുള്ള ഈ പറയുന്ന രീതിയിൽ കുറെ ഞാൻ കേട്ടിരുന്നു. ഒരുപക്ഷെ അന്നാ നടി പുറത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, അങ്ങനെ ചിന്തിക്കാം. പുറത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ
ചിലപ്പോ ഇത് ഷൂട്ട് ചെയ്ത് ഇത് പുറത്ത് പറഞ്ഞാൽ ഇത് ഈ ക്ലിപ്പിംഗ്സ് പുറത്ത് വിടും എന്ന് കരുതി ഭീഷണിപ്പെടുത്തി ഇത് പുറത്ത് പറയാതെ ചിലപ്പോ അത് പുറത്ത് പറയാതിരുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് അന്ന് തന്നെ പുറത്ത് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അനൂപ് ആലോചിച്ച് നോക്ക്, കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാ ഈ പറയുന്ന നടി ഇത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിലോ അപ്പൊ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അപ്പൊ ഈ പറയുന്ന മാരാരെ പോലുള്ളവർ പറയും ഇതെന്ത് ചെയ്തു, ഈ പറയുന്ന നടിയും നടിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ദിലീപിനെതിരെ ഇരുന്നെഴുതി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു റേപ്പ് ഇവിടെ നടന്നിട്ടില്ല, നടി എന്തുകൊണ്ട് ആ സമയത്ത് ഇത് പറഞ്ഞില്ല എന്നായിരിക്കും പ്രധാന ചോദ്യം. അന്ന് പറഞ്ഞിട്ട് പോലും ഈ രീതിയിൽ ഇപ്പോൾ ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും. പക്ഷെ ഒരു വർഷം അല്ലെങ്കിൽ 2 ദിവസം വൈകിയാൽ പോലും പറയും. ആ സമയത്ത് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ റേപ്പ് ചെയ്തപ്പോൾ നടി എന്തുകൊണ്ട് അയാൾ അടിച്ചില്ല, കടിച്ചില്ല, സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചില്ല. ഇപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് നേരെ ഒരു കാര്യം ഉണ്ടായിട്ട് അത് അവിടെ നിന്ന് കരഞ്ഞിട്ടേ ഉള്ളൂ, അതൊന്നും പ്രതികരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരിപ്പോഴും ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫാന്റസി ചിത്രത്തിനുള്ളിലൊക്കെ ആയിരിക്കും. അതിനകത്തില് നമ്മൾ കാണുന്ന രീതിയിലല്ല സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഇവരുടെയൊക്കെ പെൺമക്കളൊക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെ കാണാൻ പോകുമ്പോൾ ഇവര് കൂടെ നിൽക്കുവോ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ഇപ്പൊ കോടതിയോട് നമുക്ക് ബഹുമാനമാണ്, ജഡ്ജ്മെന്റിലെ നമുക്ക് വിമർശിക്കാം. ആ ജഡ്ജ്മെന്റ് ശരിയായില്ല, ആ ജഡ്ജ്മെന്റിൽ ആ തെളിവുകളുടെ അഭാവം ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പിഴവാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ നമുക്ക് നേരെ പോയി കോടതി അല്ലെങ്കിൽ കോടതി തെറ്റാണ് അങ്ങനെ നമുക്ക് പറയാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കേസും കൃത്യമായി കോടതിയോടുള്ള വിശ്വാസ പ്രകാരം അങ്ങോട്ട് എത്തത്തില്ല. നമ്മളെല്ലാം മറ്റേതെടുക്കും. സഡൻ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ അയാളെ പോയി കൊല്ലും. അങ്ങനെ കൊല്ലാൻ നിന്നാൽ ഇന്ന് കൊലപാതകങ്ങളെ ഉണ്ടാവുള്ളൂ ഇവിടെ. കാരണം നിരപരാധികൾ വരെ കൊല്ലപ്പെടും. കാരണം നിനക്ക് സംശയം തോന്നി നീ കൊന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അയാൾ ചെയ്തിട്ടില്ല, അയാൾ നിരപരാധിയാണ്. അല്ല അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ എന്തുകൊണ്ട് കേസിൽ കോടതിയിൽ എത്തുന്നു? ആളുകൾ ശിക്ഷ വിധിക്കാൻ നിന്നെങ്കിൽ ഇന്ന് ഇവിടെ മൊത്തം കൊലപാതകങ്ങളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലപാതകങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഈ സംശയം തോന്നിയ ആളെ പോയി കൊല്ലും. കാരണം പിന്നെ ആലോചിക്കും, പിന്നെ അത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇവൻ ചെയ്തിട്ടില്ല, ഇവനാണ് ചെയ്തത്, ഇവനെ കൊടുക്കാൻ നോക്കിയതാ. അപ്പൊ ഇവ കൊന്നു, അവർ രക്ഷപ്പെട്ടു. ഇതല്ലേ സത്യാവസ്ഥ. അതെ, ഇത് ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ജനതയെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ അധികം ഈ പറയുന്ന പരാമർശങ്ങളും അങ്ങനത്തെ കുറെ കലാപര പരാമർശങ്ങളുണ്ട്. ആ ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. ഇവര് ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പോ ദിലീപിനൊപ്പോ ഒന്നുമല്ല. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം, എന്നിട്ട് ഇവരിതൊക്കെ കണ്ട് ഇങ്ങനെ രസിക്കണം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാരും ഈ പറയുന്ന രീതിയിൽ ഈ കേസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെട്ടിട്ടോ ഈ പറയുന്ന നടി അനുഭവിച്ച പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടോ ഒന്നും നിൽക്കുന്ന ആൾക്കാരല്ല. എന്തായാലും ആര് തെറ്റ് ചെയ്താലും ആര് ഗൂഢാലോചന ചെയ്താലും അത് മറ നീക്കി പുറത്ത് വരട്ടെ.